കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവരുടെ പിൻബലമില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വിജയിക്കാനാവില്ല. കോൺഗ്രസിൽ ഈഴവർക്ക് എന്ത് പരിഗണനയുണ്ട്? ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള എത്ര DCC പ്രസിഡന്റുമാരുണ്ട്? അംഗീകാരവും പരിരക്ഷയും കിട്ടുന്നത് LDFിൽ നിന്നല്ലേ? വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. ഈഴവര പിന്നോക്ക വിഭാഗങ്ങളുടെ പിൻബലമില്ലാത്ത പോകുന്ന ആരായാലും തിരക്കില്ല, അവർക്ക് ഭരണം കിട്ടുകയില്ല. കോൺഗ്രസ് തീരുമാനമുണ്ടാ. ഇപ്പോൾ തന്നെ ഇടതുപക്ഷം ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റികൾ എടുത്തു നോക്ക്, എത്രയോ ജില്ലാ സെക്രട്ടറിമാർ ഈഴവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതായത് ഇവിടെ എത്ര DCC പ്രസിഡന്റുമാർ ഈഴവരുണ്ട്, ഒരു പിന്നോക്കാർ എത്ര പേരുണ്ട്. നോമിനേറ്റ് ചെയ്തപ്പോൾ പോലും ഈഴവന് പരിഗണന ആരെങ്കിലും തരുന്നുണ്ടോ? അതുകൊണ്ട് ഈഴവന് പരിഗണനയും പരിരക്ഷയും കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള നേരെ തന്നെ. അല്പമെങ്കിലും പരിരക്ഷയിൽ നിന്ന് കിട്ടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നാണ്. NDAയിൽ BDJS തൃപ്തരാണെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. നാളെ തന്നെ അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലല്ല BDJS NDAയിൽ ചേർന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് ഒപ്പമുണ്ടാകും. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചു. സ്പൈസസ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഉടൻ BDJS പ്രതിനിധി എത്തുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തൃപ്തനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയോടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ സ്ഥലത്തുമുള്ള ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും എല്ലാം ഡിസ്കഷനുകൾ ആരംഭിച്ച് കഴിഞ്ഞു. ആ പ്രമേയത്തിൻ്റെ ഒരു കോപ്പി കാണിച്ചതാ. അങ്ങോട്ട് കാര്യമില്ല. ഒരു പ്രമേയം അങ്ങനെ ഉണ്ടായിട്ടോ അവിടെ അവതരിപ്പിക്കുകയോ ഉണ്ടായിട്ടില്ല. അവിടെ ചർച്ചയിൽ ചില ആളുകൾ പറഞ്ഞ കാര്യം മാത്രമാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് അത് ആർക്കുള്ള താക്കീതാണ്? VD സതീശനുള്ള താക്കീതാണോ? KPCC പ്രസിഡന്റ് അടക്കം ആ സമുദായത്തിൽ നിന്നാണെന്നിരിക്കെ, DCCയിൽ 4 പേർ പ്രസിഡന്റുമാരായിട്ട് ആ സമുദായത്തിൽ നിന്നുണ്ടെന്നിരിക്കെ എന്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ഉന്നം? ആരാണ് ഉന്നം വയ്ക്കുന്നത്? ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ച് അദ്ദേഹം അതിൽ തൃപ്തനാണ് എന്നാണ്. 2 സ്റ്റേറ്റ്മെന്റും കൂടി വായിച്ചു നോക്കുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ സൂചനകളുണ്ടോ? അരുൺകുമാർ, അങ്ങനെ നമ്മൾ കാണേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആരോപണങ്ങളും മറ്റും ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈഴവ പ്രാതിനിധ്യം സംബന്ധിച്ച പുതിയ ചർച്ചകൾക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തുടക്കമിട്ടിരിക്കുന്നത്. കോൺഗ്രസിൽ മതിയായ പ്രാതിനിധ്യം ഈഴവർക്കുണ്ടോ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യം. എത്ര DCC പ്രസിഡന്റുമാർ ഈഴവരായുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, LDFിൽ കൂടുതൽ പരിഗണന കിട്ടുന്നുണ്ട്. പലപ്പോഴും CPMന്റെ ജില്ലാ സെക്രട്ടറിമാരായും മറ്റ് ഭാരവാഹികളായും പലപ്പോഴും ഈഴവർ ആ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ മതിയായ പ്രാതിനിധ്യം കോൺഗ്രസിലില്ല. നേരത്തെ AK ആന്റണിയുടെ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ പരിഗണന ഈഴവർക്ക് കോൺഗ്രസിൽ ലഭിച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. ഏതാണ്ട് 30% ഈഴവർ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈഴവരുടെ പിന്തുണയില്ലാതെ ഒരു മുന്നണിക്കും ഭരണത്തിലെത്താൻ കഴിയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS അത് മുന്നണി മാറുമോ എന്ന ചർച്ചകൾ സജീവമാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ജില്ലാ നേതൃത്വം ഒരു പ്രമേയം പാസാക്കി എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ BDJSന്റെ സംസ്ഥാന പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളി ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശനിയാഴ്ച ചേർത്തലയിൽ BDJSന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഈ കാര്യങ്ങളടക്കം ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കായ ഈഴവ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചയുണ്ടായി എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. താങ്ക് യു അർജുൻ മട്ടന്നൂർ ആൻഡ് ഗുഡ് നൈറ്റ്. ആർക്കുള്ള പാലം ആർക്കുള്ള പണി എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.